എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് വാഗമണിലാണ്. അവിടുത്തെ മൊട്ടക്കുന്നിലാണ് ഇപ്പം നമ്മളുള്ളത്. വളരെ ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ ഈ സ്ഥലം. നമ്മൾ മുൻപ് വിൻഡോസൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഇല്ലേ, അതുപോലെയാണ് ഏകദേശം ഇപ്പോൾ ഇവിടെ കാണുമ്പോൾ ഉള്ളത് മൊട്ടക്കുന്നുകളുടെ ഭംഗി. പിന്നെ നമ്മളിപ്പോൾ ഈ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റീലിൻ്റെ ഗ്ലാസ് ബ്രിഡ്ജാണ്. അഡ്വഞ്ചർ പാർക്കിലാണ് ഇതുള്ളത്. താഴേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കൊക്കയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഇത് അടുത്തുനിന്ന് ഇപ്പോൾ കാണണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ അടുത്തുനിന്ന് കാണാം. ഇതിങ്ങനെ ഇരുമ്പ് കമ്പി വെച്ചിട്ട് ബലപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഈ നമ്മൾ കാറ്റൊക്കെ അടിക്കുകയാണെങ്കിലുണ്ടല്ലോ ചെറിയൊരു മൂവ്മെൻറ്റ് ഇതിനുണ്ടാവും. അപ്പം കുറച്ച് പേടിപ്പെടുന്ന സംഭവമാണ്. ആ കൊക്കയുടെ ആഴം കണ്ടോ, ഭയങ്കര ആഴമാണ് അതിന്. അപ്പോൾ കുറച്ച് പേടി വരും, എന്നാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഡ്രീം വാലി കോട്ടേജിലാണ് താമസിച്ചത്. അതൊരു 13 കിലോമീറ്ററോളം ദൂരമുണ്ട് വാഗമൺ സിറ്റിയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ, ടൗണിൽ നിന്ന് 13 കിലോമീറ്റർ അകലെയാണ്. പക്ഷേ ഇവിടുത്തെ മോർണിംഗിലെ വ്യൂ ഉണ്ടല്ലോ, അത് അടിപൊളിയാണ് കേട്ടോ, സൂപ്പറാണ്. നമ്മളിങ്ങനെ കാണുവാണോ, ചെറിയൊരു കോടമഞ്ഞ് പോലെ ഇങ്ങനെ കാണാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് കാലത്ത് തന്നെ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞിട്ട് അവിടെ റൂമും വെക്കേറ്റ് ചെയ്തിട്ട് ഇറങ്ങിയായിരുന്നു. പിന്നെ നമ്മൾ പോയത് ലേക്കിലാണ്. ലേക്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ അവിടെ കാണാൻ. ഈ മൊട്ടക്കുന്നും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടേ നല്ല രസമാണ് കാണാൻ. പിന്നെ അവിടെ ഭയങ്കര കാം ആൻഡ് ക്വയറ്റാണ്. അതാണ് ഇവിടുത്തെ വാഗമണ്ണിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. പിന്നെ ഈ വെള്ളത്തിലെ ഒരു റോവിങ്ങിൻ്റെ ശബ്ദവും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. ആ ഒരു യാത്ര അടിപൊളിയാണ്. വാഗമൺ ലേക്കിലത്തെ ആ ബോട്ട് യാത്ര, അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഈ ഒരു ഇത് കണ്ടോ, ഈ ഒരു മല, അതുമ്പോൾ ടീ പ്ലാന്റേഷനും അതിൻ്റെ സൈഡിലത്തെ വീടൊക്കെ അടിപൊളിയാണ് കേട്ടോ. പിന്നീട് നമ്മളിപ്പോൾ ഇവിടെ പൈൻ വാലിയിലാണ് എത്തി നിൽക്കുന്നത്. അപ്പോൾ പൈൻ വാലി കണ്ട്, പൈൻ വാലി നല്ല രസമുണ്ടായിരുന്നു. നല്ല വലിയ മരങ്ങളും അതൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ അവിടെ. ഈ പൈൻ വാലിയിൽ അത്യാവശ്യം തിരക്കുണ്ട്, ആളുകളും കൂടുതലാണ്. പിന്നെ നമുക്ക് എല്ലാം കഴിഞ്ഞ് നമ്മൾ തങ്ങൾപ്പാറയും വിസിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. അടുത്ത വീഡിയോ കുറച്ചും കൂടെ നന്നായിട്ട് എടുക്കാൻ ശ്രമിക്കാം. ഈ വീഡിയോയിൽ കുറച്ച് അസൗകര്യങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് അത്രയും നന്നായി എടുക്കാൻ പറ്റാതെ. അപ്പോൾ വീണ്ടും കാണുന്നവരെല്ലാവർക്കും ബൈ.